ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യൂദാസിൻ്റെ ചുംബനം ചതി കൊണ്ടുള്ള മുറിവായിരുന്നു. പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലിന് കുന്തമുനയേക്കാൾ മൂർച്ചയുമുണ്ടായിരുന്നു. ക്രൂശിൽ ചേർത്തടിച്ച ആണികളേക്കാൾ കഠിനമായിരുന്നു ആ ചുംബനവും തള്ളിപ്പറയലും. ഒരർത്ഥത്തിൽ ചുംബനവും തള്ളിപ്പറയലും ചതിയുടെ നിഴൽ രൂപങ്ങളായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. സ്വന്തം മനസാക്ഷിയും ആത്മാവിനെയും വെച്ചുള്ള ചൂതാട്ടമാണ് ഓരോരുവൻ്റെയും ഉള്ളിൽ നിന്ന് ബഹിർസ്ഫുരിക്കുന്ന ചതിയുടെ കനലുകൾ. എത്രയെത്ര ചൂതാട്ടങ്ങൾ നാമൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ടാകും. ആ ചൂതാട്ടത്തിൽ എത്രയെത്ര പേർ പരാജയത്തിൻ്റെ കയ്പുനീരനുഭവിച്ച് പരിഭ്രാന്തരായിട്ടുണ്ടാകും. ചിലപ്പോഴെങ്കിലും ബൂമറാങ് പോലെ അത് നമുക്ക് തിരിച്ചടിച്ചിട്ടുമുണ്ടാകും. തിരിച്ചടി മനസ്സിൻ്റെ ഉൾബോധത്തെ പല തളർത്തിയിട്ടുമുണ്ടാകും. പുറമേ പുഞ്ചിരിയും അകമേ വഞ്ചനയും പേറി എത്രയെത്ര ചുംബനങ്ങൾ നാം ഏറ്റിട്ടുണ്ടാകും, അല്ലെങ്കിൽ നാം കൊടുത്തിട്ടുണ്ടാകും. പുറമേ ചേർത്തു നിർത്തിയും അകമേ കൊണ്ട് അറുത്തു മാറ്റിയിട്ടുമുള്ള എത്രയെത്ര തള്ളിപ്പറച്ചിലുകൾ നാം നടത്തിയിട്ടുണ്ടാകും. നമുക്കൊരു വിചിന്തനം അനിവാര്യമാണ്. ഒരു പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മുഴം കയറിൽ യൂദ അവസാനിച്ചത്. പശ്ചാത്താപത്തിൻ്റെ പരവശതയിൽ പത്രോസിന് എത്തിച്ചേരാൻ സാധ്യമായതുകൊണ്ട് ഒരിറ്റു കണ്ണീരാൽ അവൻ ക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യഗണത്തിലേക്ക് സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്നു. ചതിയുടെ ചൂതാട്ടത്തിൽ അല്പവിജയമേ ഉണ്ടാകുകയുള്ളൂ. ആത്യന്തികമായി പരാജയമാണ് ഫലം. ഉൾത്തുറന്നുള്ള സ്നേഹവും ഉറച്ചു നിൽക്കുന്ന പറച്ചിലുകളും നമുക്ക് ആവശ്യമാണ്. കപടതയുടെ ചുംബനവും അല്പനേരാശ്വാസത്തിൻ്റെ തള്ളിപ്പറച്ചിലും ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാരണം അവനവൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുന്ന പ്രവൃത്തിയും ബൂമറാങ് പോലെ ജീവിതത്തിൽ തിരിച്ചടിക്കുന്ന പ്രതിപ്രവർത്തനവും അതിലുണ്ട്. നോമ്പ് ആർദ്രമാം ചുംബനത്തിൻ്റെയും ഗാഢമായ ചേർത്തുപിടിക്കലിൻ്റേതുമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.